ഹായ്. ഇന്ന് നമുക്ക് കുറച്ച് ഇംഗ്ലീഷിൻ്റെ ലെസൺസ് എടുക്കാം. കുറേ ആയിരുന്നു ഇംഗ്ലീഷിൻ്റെ ലെസൺസ് എടുത്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്കത് നോക്കാം. ഇംഗ്ലീഷ് പഠിക്കുമ്പം ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കെപ്പോഴും ഒരു ഭാഷയോട് ഇഷ്ടം തോന്നുമ്പോഴാണ് നമ്മളത് പഠിക്കുന്നത്. റൈറ്റ്. ഇപ്പോൾ നമുക്ക് ഭയങ്കര പാടാണ്, ഇതെന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പഠിക്കുമായിരിക്കും, പക്ഷേ നമ്മൾ സാധാരണ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുമായിരിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് നമ്മൾ എന്തിനെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് പഠിക്കുക എന്ന് പറയുന്നത്. അതാകുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വരില്ല. ഓക്കെ, ഇനി മുതൽ നമ്മുടെ ചാനലിൽ കുറച്ചുകൂടി എന്താ പറയുക, വളരെ കാഷ്വലായിട്ട് തന്നെയായിരിക്കും നമ്മളെല്ലാം സംസാരിച്ച് പോകുന്നത്. സോ നിങ്ങൾ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള സംഭവമൊന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട. വളരെ കാഷ്വലായിട്ട് തന്നെ നമുക്ക് സംസാരിച്ച് പോകാം. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഇതുപോലെ ഞാനെൻ്റെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വീഡിയോസ് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കണ്ട് പഠിക്കാനായിട്ട് പറ്റും. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, വേർഡ്സ്മിത്ത് ABC എന്നാണ് പേജ്. ആ പേജ് ഫോളോ ചെയ്യോ അല്ലെങ്കിൽ നമുക്കൊരു എൻക്വയറി ഒക്കെ ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള എവ്രിഡേ ഫ്രേസസ് ആണ്. വളരെ കോമൺ ആയിട്ട് നമുക്ക് ആവശ്യം വരുന്ന കുറച്ച് ഫ്രേസസ്. അതിലാദ്യത്തേത്, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര പൊളൈറ്റാണ്. ഓക്കെ, അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സിനിമയൊക്കെ കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാട് പ്ലീസും സോറിയും ഒക്കെ ചേർന്നിട്ടുള്ളതാണ് അവരുടെ സംസാരം. എനിക്ക് തോന്നുന്നു അവരുടെ സംസാരത്തിലൊരു 90% പ്ലീസും സോറിയും ഉണ്ടാവും. കാരണം അത്ര പൊളൈറ്റായിട്ടുള്ള ഒരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. ഇപ്പം എസ്പെഷ്യലി ഈ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അമേരിക്കൻസും ഉണ്ട്, പക്ഷേ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ പൊളൈറ്റ്നെസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അവർ കോൺവെർസേഷൻ നടത്തുമ്പം നമ്മളൊക്കെ മറ്റേ എന്തെങ്കിലും പറയുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു ഇത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പം നമ്മൾ പൊതുവെ ആണോ ഇങ്ങനെ ഒരു രീതിയിലാണ് നമ്മുടെ ഒരു തണുപ്പൻ ഒരു പ്രതികരണമാണ് നമ്മളുടെയൊക്കെ. ബട്ട് ഫോർ ദം അവരുടെ കോൺവെർസേഷൻസ് എപ്പോഴും കുറച്ചുകൂടി എൻ്റർടൈൻ ചെയ്യും മറ്റേ ആൾക്ക് പറയാനുള്ളൊരു സ്പേസ് കൊടുക്കും. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ ഓക്കെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ പറയും. സോ അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ദാറ്റ് സൗണ്ട്സ് ഗുഡ്. ഓക്കെ, ഇപ്പോൾ ഒരാൾ പറയാണ്, എന്തെങ്കിലും ഒരു ഐഡിയ പറയാണ്, എന്താ പറയുക, എനിക്കിങ്ങനെ തിയേറ്ററിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, നമുക്ക് പോയാലോ. അപ്പോൾ തിരിച്ചൊരു റിപ്ലൈ ഇതായിരിക്കും, ഓ ദാറ്റ് സൗണ്ട്സ് ഗുഡ്, ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ് എന്നൊക്കെ ആയിരിക്കും തിരിച്ചുള്ള റിപ്ലൈ. അത് കൊള്ളാം, നമ്മൾ പറയില്ല ആ ഐഡിയ കൊള്ളാം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെ പറയുന്നതാണ് ദാറ്റ് സൗണ്ട്സ് ഗുഡ്, ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്. നമ്മൾ ഈ ഗുഡിന് പകരം വേറെ പല പല വേർഡ്സ് ഉപയോഗിക്കാം. ദാറ്റ് സൗണ്ട്സ് ഓസം, ദാറ്റ് സൗണ്ട്സ് ഫൈൻ, ദാറ്റ് സൗണ്ട്സ് ഫെൻറ്റാസ്റ്റിക്. അങ്ങനെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് പല വേർഡ്സുകൾ മാറ്റാം. പക്ഷെ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ദാറ്റ് സൗണ്ട്സ് ഗുഡ്. സൗണ്ട്സ് വരെ സെയിം ആയിരിക്കും. ഗുഡിന് പകരം ഫെൻറ്റാസ്റ്റിക്, ഓസം, ഗ്രേറ്റ്, ഫൈൻ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് നല്ലത് മാറ്റി എഴുതാം. സോ ഇത് പറയുന്നതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേയാളെ നമ്മൾ എൻ്റർടൈൻ ചെയ്യുകയാണ്. ഓക്കെ, അത് കൊള്ളാം. അപ്പം ആ കോൺവെർസേഷൻ കുറച്ചുകൂടി വോംത്തുള്ളതാവും, സംസാരം കുറച്ചുകൂടി പോസിറ്റീവ് ആവും. ഓക്കെ, സോ ദ ഫസ്റ്റ് ഫ്രേസ് ഈസ് ദാറ്റ് സൗണ്ട്സ് ഗുഡ്. ഗുഡിന് പകരം എന്ത് വേണമെങ്കിലും ആവാം, നല്ലത് കേട്ടോ. അടുത്തത് ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. ഓക്കെ, സോ ഇത് മിക്കവാറും ആൾക്കാർക്ക് അറിയുന്നതാണ്. ഫോണൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ നിന്നിലേക്ക് തിരിച്ചു വരാം എന്നൊക്കെയാണ് മലയാളം എക്സാക്ട്ലി ട്രാൻസ്ലേറ്റ് ചെയ്താലും. പക്ഷേ നമ്മുടെ എവ്രിഡേ മലയാളത്തിലൊന്നും നമ്മളത് അങ്ങനെ ഞാൻ നിന്നിലേക്ക് തിരിച്ചു വരാം എന്നൊന്നും നമ്മൾ പറയാറില്ല. സോ ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു എന്നുള്ളതും അതുപോലെ തന്നെ ഒരു ഫോൺ വിളിച്ചാൽ പല ഒക്കേഷൻസിൽ അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് ദാറ്റ് മേക്ക് സെൻസ്. ഒരു കാര്യം പറയുമ്പം പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലത്തെ ഒരു യൂസേജ്.
സത്യം പറഞ്ഞാൽ എക്സാക്ട്ലി മലയാളമായിട്ട് നമുക്ക് ഇംഗ്ലീഷിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കൽ കുറച്ച് പാടാണ്. മലയാളം മലയാളമാണ്, ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ്. ആ ഡിഫറൻസ് മനസ്സിൽ വെച്ചിട്ട് തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. മിക്കവരും മലയാളം പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് മലയാളിവൽക്കരിച്ച് അങ്ങനെ പഠിക്കും. അങ്ങനെ പഠിക്കുമ്പോൾ കുറേയൊക്കെ ഗ്രമാറ്റിക്കലി ഇഷ്യൂസ് വരും. പിന്നെ ഗ്രാമറിനുമൊക്കെ അപ്പുറം ഇപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഗ്രാമർ അറിയില്ല, നമുക്ക് മലയാളത്തിൻ്റെ ഗ്രാമർ അറിയില്ല. സോ അവർ ഒരുപാട് ഗ്രാമറൊക്കെ കളഞ്ഞിട്ട് സംസാരിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. ചിലത് ഗ്രമാറ്റിക്കലി ഇതാണ് കറക്റ്റ് എന്ന് പറയുമെങ്കിലും അവർ കോമൺ ഇംഗ്ലീഷിൽ, സാധാരണ ആൾക്കാർ സംസാരിക്കുന്ന ഇംഗ്ലീഷിൽ അത് ഒന്നുമില്ലാത്ത സിറ്റുവേഷൻസും ഉണ്ട്. അതാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അതായത് നമ്മൾ മറ്റേ ഈ അച്ചടി ഇംഗ്ലീഷ് പറയുന്നതിനേക്കാൾ അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ആ ഒരു എന്താ പറയുക, കളയിലൊക്കെ നമ്മൾ അംഗീകരിച്ച് പോകുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ അടുത്ത് ദാറ്റ് മേക്സ് സെൻസ്. അത് പറയാൻ പറ്റുന്നൊരു സിറ്റുവേഷനിൽ ഇപ്പം നമ്മളൊരു ഐഡിയ പറയാണ്, എന്തെങ്കിലും ഒരു ഐഡിയ പറയാണ്, ഒരു ക്രിയേറ്റീവ് സെഷൻ ഇരിക്കാമെന്ന് വെച്ചോ, ഒരു കമ്പനിയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഒരു ക്രിയേറ്റീവ് സെഷൻ ഇരിക്കാമെന്ന് വെച്ചോ. അപ്പോൾ അതിലൊരു എന്തെങ്കിലും റീലിനോ മറ്റുള്ളൊരു ഐഡിയ പറഞ്ഞു, ഇത് നമുക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്താലോ. അപ്പോൾ ഇപ്പറേ നിൽക്കുന്ന ആൾ പറയണം, ദാറ്റ് മേക്സ് സെൻസ്, അത് കൊള്ളാം, അത് കൊള്ളാം തന്നെയുള്ളതാണ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നതാണ്. ഇതൊരു ഇൻസിഡൻ്റ് ആണ് കേട്ടോ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനാണ് പറയുന്നത്. പല സിറ്റുവേഷൻസിൽ നമുക്ക് ദാറ്റ് മേക്സ് സെൻസ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ദാറ്റ് മേക്സ് സെൻസ് എന്നുള്ളതാണ് നെക്സ്റ്റ് ഫ്രേസ്. അടുത്തത് സ്പെസിഫിക്കലി നമ്മൾ ഈ ഷോപ്പിലൊക്കെ വെറുതെ പോവില്ലേ, ചുമ്മാ കാണാനായിട്ട്. ഇപ്പം നമ്മളൊരു ഫ്ലവർ വേസ് ഒക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പിൽ പോയി. അപ്പോൾ നമ്മൾ ചുമ്മാ കാണാൻ വേണ്ടി പോയത്, അങ്ങനെ മേടിക്കണം എന്നുള്ളൊരു തീരുമാനമൊന്നുമില്ല. അപ്പം നമ്മളവിടെ പോകുമ്പം നമുക്ക് അപ്പോൾ അവർ ചോദിക്കുകയാണെങ്കിൽ മേടിക്കാനൊക്കെ പ്ലാൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാം, ഐ എം ജസ്റ്റ് ലുക്കിംഗ്, താങ്ക് യു, ഞാൻ ജസ്റ്റ് നോക്കാൻ വന്നതാ, താങ്ക് യു. അവിടെയും താങ്ക് യു പറയണം കേട്ടോ, കാരണം ഇംഗ്ലീഷ് ഈസ് എ പൊളൈറ്റ് ലാംഗ്വേജ്. അപ്പോൾ ഐ എം ജസ്റ്റ് ലുക്കിംഗ്, താങ്ക് യു. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഇട്ടേക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പഠിക്കാം, വേണമെന്നുണ്ടെങ്കിൽ അല്ല, ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പഠിക്കാം, യൂസ്ഫുള്ളായിരിക്കും. ഇത് കാണാപ്പാഠം പഠിച്ചു വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ ഗ്രാമർ ചിക്കിച്ചകഞ്ഞ് പോവാതെ അത് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുന്നതായിരിക്കും നല്ലത്. സോ ഇതുപോലത്തെ ലാംഗ്വേജ് റിലേറ്റഡ് വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, പിന്നെ ഇവിടെ എന്തൊക്കെ കിട്ടും എന്ന് ചോദിച്ചാൽ ഇതൊരു മൾട്ടി സ്റ്റോർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം ഇവിടെ നമ്മൾ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഇടയ്ക്ക് ഇംഗ്ലീഷ് മോട്ടിവേഷണൽ കൈൻഡ് ഓഫ് സംഭവമുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ലിറ്ററേച്ചർ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കതും സബ്സ്ക്രൈബ് ചെയ്യാം. അതിലെ ക്വാട്ട്സ് നമ്മളവിടെ ഷെയർ ചെയ്യും, അല്ലെങ്കിൽ അതിൽ എനിക്ക് തോന്നുന്ന തോട്ട്സൊക്കെ ഷെയർ ചെയ്യും. സോ വളരെ കാഷ്വൽ ആയിട്ടുള്ളൊരു സ്പേസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. വളരെ കാഷ്വൽ ആയിട്ടുള്ള സ്പേസ്, നിങ്ങൾക്ക് പഠിക്കാനും പുതിയതറിയാനും ഒക്കെ ആയിട്ടുള്ളൊരു കാഷ്വൽ സ്പേസ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, സോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.